മുത്തുമണീസ്. അപ്പം നമ്മൾ വൈകുന്നേരം പുറത്ത് പോയപ്പോൾ വഞ്ചി ചീനി മീനും ഒക്കെ രാത്രി തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഡ്രസ്സ് പോലും മാറാൻ നിന്നില്ല, എല്ലാം അടുപ്പിലാക്കിയിട്ട് പോയി സമാധാനത്തിൽ മാറാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചെറുള്ളി വാങ്ങിച്ചു, പിന്നെ മല്ലിപ്പൊടി കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. അത്യാവശ്യത്തിന് വേണ്ടി ഒരു പാക്കറ്റ് മല്ലിപ്പൊടി വാങ്ങിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് നമ്മുടെ മീൻകറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് ചീനി തൊലിച്ച് കഴുകി അങ്ങ് വെച്ചോട്ടോ. പിന്നെ മീൻകറി അടുപ്പത്താക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ടു, പിന്നെ ചെറുള്ളി ഇട്ടു. ഞാൻ മീൻകറി വെക്കുമ്പോൾ കുറച്ച് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ചേർക്കൂട്ടോ. പക്ഷേ ഇന്ന് ഫ്രിഡ്ജിൽ വഴുതനങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളതെല്ലാം കൂടെ തട്ടിക്കൂട്ടി മീൻകറി അടുപ്പത്താക്കി. എന്നിട്ട് കുക്കറിലേക്ക് നമ്മുടെ ചീനി അങ്ങ് വേവാൻ വെച്ചു. എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും ചീനിയുടെ കൂടെ എനിക്ക് മുളക് ഉടച്ചത് വേണം കേട്ടോ. അപ്പോൾ വേഗം വറ്റൽ മുളകും പുളിയും അതുപോലെ സവാളയും ചെറുള്ളിയും കൂടെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത് നമ്മുടെ മുളക് ഉടച്ചത് റെഡി. പിന്നെ നല്ല ചാളയും കൂടെ വറുത്തെടുത്തപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ സെറ്റ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ചീനിയും ചാള വറുത്തതും നമ്മുടെ മുളക് ഉടച്ചതും നല്ല കുറുകിയ മീൻകറിയും കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ പൊന്നേ സെറ്റ്. നീ കോമ്പോ നിങ്ങൾ